കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IT കമ്പനി ടാൽഡ്രോപ്പിലെ കൂട്ടപിരിച്ചുവിടലിൽ ചർച്ച പുരോഗമിക്കുന്നു. ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ ജീവനക്കാരും കമ്പനി അധികൃതരും CEO ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കുന്നു. തൊഴിൽ ഭവനിലാണ് ചർച്ച. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഏത് രീതിയിലാണ് ചർച്ച പുരോഗമിക്കുന്നത്? ഇവിടുത്തെ കൂട്ടപ്പിരിച്ചുവിടൽ വലിയ വിവാദമായിരുന്നു, വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ നിർണായകവുമാണ് ചർച്ച, അല്ലേ? KP സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിർണായകമായ ഒരു ചർച്ചയായിരിക്കും ഇന്ന് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ കമ്പനിയിലെ ജീവനക്കാരും അതോടൊപ്പം തന്നെ CEOയും അടക്കമുള്ളവർ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് തൊഴിൽ ഭവനിലാണ് ചർച്ച നടക്കുന്നത്. ലേബർ കമ്മീഷണർ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ലേബർ കമ്മീഷണറുമായിട്ടായിരുന്നു ചർച്ച നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ലേബർ കമ്മീഷണർ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഒരു ചർച്ചകൾ നടക്കുന്നത്. കമ്പനിയിലെ 8 ജീവനക്കാരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബാക്കിയുള്ള ജീവനക്കാർ പുറത്ത് ഈ തൊഴിൽ ഭവന് പുറത്ത് നിൽപ്പുണ്ട്. ഇത്തരത്തിൽ 300ഓളം ജീവനക്കാർക്കാണ് ശമ്പളം കിട്ടാത്ത സ്ഥിതി ഉണ്ടായത്. കഴിഞ്ഞ 11 മാസമായി ഇവർക്ക് ശമ്പളം കിട്ടുന്നില്ലെന്നായിരുന്നു പരാതി. 11 മാസം കിട്ടാത്തവരുണ്ട്. അതോടൊപ്പം തന്നെ 5 മാസവും 6 മാസവും എല്ലാം ശമ്പളം കിട്ടാത്തവരായിട്ടുള്ള ആളുകൾ, ജീവനക്കാർ നിരവധിയുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടുകൂടിയാണ് ഈ ജീവനക്കാർ പ്രതിഷേധം ആയിട്ട് പ്രതിഷേധിക്കുന്ന നിലയിലേക്കൊക്കെ എത്തിയത്. ടാൽഡ്രോപ്പ് എന്ന കമ്പനിയാണ്, കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു IT കമ്പനിയാണ്. ഇപ്പോൾ ഈ IT കമ്പനിയുടെ IT കമ്പനിയുമായി ബന്ധപ്പെട്ട് തന്നെ ചില ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ കമ്പനിയുടെ നടത്തിപ്പ് തന്നെ നിയമവിരുദ്ധമായിട്ടാണ്, ചട്ടവിരുദ്ധമായിട്ടാണ് നടത്തിപ്പെന്ന് അടക്കമുള്ള വിവരങ്ങളും കൂടി നിലവിൽ ലഭിക്കുന്നുണ്ട്. അതായത് ഈ ജീവനക്കാരെ, ഈ ടാൽഡ്രോപ്പിൻ്റെ കീഴിലുള്ള ജീവനക്കാരെ പ്രത്യേകം കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് ആ പ്രത്യേകം കമ്പനികൾക്ക് കീഴിലാക്കിക്കൊണ്ടാണ് ഈ ജീവനക്കാർക്ക് ശമ്പളം നൽകിയതെന്ന് അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഇത്തരം നീക്കങ്ങൾ, ഈ നിലവിൽ ഇത്തരത്തിൽ പിരിച്ചുവിടുന്നതിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പിൻ്റെയൊക്കെ നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ സബ് കമ്പനികൾ രൂപീകരിച്ചത് എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ടാൽഡ്രോപ്പ് എന്ന കമ്പനിക്ക് കീഴിൽ തുടർന്ന് വേറെ സബ് കമ്പനികൾ രൂപീകരിക്കും. ആ സബ് കമ്പനിയിലാണ് ഈ ഓരോരുത്തരെയും ജീവനക്കാരെ നിയമിക്കുന്നത്. ആ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് ഇത്തരത്തിലുള്ള സബ് കമ്പനികളാണ് എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള തീരുമാനങ്ങളുണ്ടാവും. മാത്രമല്ല 8 ജീവനക്കാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജീവനക്കാരടക്കം ഇവിടേക്ക് നിലവിൽ ഈ തൊഴിൽ ഭവനിൽ തന്നെ നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. 300-അധികം ജീവനക്കാരാണ് ഇത്തരത്തിൽ ശമ്പളമില്ലാതെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ജീവനക്കാർക്ക് 11 മാസമായി ശമ്പളം നൽകുന്നില്ല എന്നാണ് പരാതി ആയിട്ട് ഉയർന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ശമ്പളം നൽകാതെ വരികയും തുടർന്ന് കൂട്ടപ്പിരിച്ചുവിടൽ നടത്തുകയും ചെയ്തതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഇവർ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ കൂട്ടപ്പിരിച്ചുവിടൽ യാതൊരു മുന്നറിയിപ്പുകൾ നൽകില്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലെറ്ററോ അല്ലെങ്കിൽ യാതൊരു മുന്നറിയിപ്പോ നൽകാതെയാണ് കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയത്. അതും ഇത്തരത്തിൽ 11 മാസത്തിലധികമായി ശമ്പളം കിട്ടാതെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതിനുശേഷം ഈ യാതൊരുവിധ കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇവരോട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും നടന്നിട്ടില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. മാത്രമല്ല വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി പിരിച്ചുവിടുന്ന നിലയിലേക്ക് എത്തി എന്നൊക്കെയാണ് ജീവനക്കാർ പരാതിയായി ഉന്നയിക്കുകയും ചെയ്തത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പിന്നീട് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. കൊച്ചിയിലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. തുടർന്നാണ് ഇത്തരത്തിൽ വിഷയം വാർത്തയാവുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ നേതൃത്വത്തിലേക്ക് ചർച്ച എന്ന നിലയിലേക്ക് എത്തിയത്. ആദ്യം കമ്പനിയുടെ അധികൃതർ ആരും പങ്കെടുക്കുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ നിലവിൽ കമ്പനി CEO കൂടി പങ്കെടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമ്പനി CEOയും അതോടൊപ്പം തന്നെ മറ്റ് ജീവനക്കാരും അടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ആയിരിക്കും ഇനി തുടർന്ന് എന്തായിരിക്കും തീരുമാനം, അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് എത്തിച്ചേരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. കമ്പനിയുടെ ഭാഗത്ത് പിന്നെ എന്തായിരിക്കും കമ്പനി പറയാൻ ഉദ്ദേശിക്കുന്നത്, നിലവിൽ ഈ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട എന്തോ ന്യായീകരണം കമ്പനി പറയുമെന്നതടക്കമുള്ള കാര്യങ്ങളും നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും നിർണായകമായ ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ തൊഴിൽ ഭവനിലാണ് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഈ ജീവനക്കാരും അതോടൊപ്പം തന്നെ കമ്പനി CEOയും തമ്മിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. KP, തിരുവനന്തപുരത്താണ് ചർച്ച പുരോഗമിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.